ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്കേനെ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വെണ്ടക്ക മെഴുക്ക് പുരട്ടി, അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഒരു 150 ഗ്രാം നല്ല ഇളയ വെണ്ടക്കയാണ് എടുത്തത് കേട്ടോ. ഇച്ചിരി മൂത്ത വെണ്ടക്കയിലാണെങ്കിൽ നമ്മൾക്ക് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇളയ വെണ്ടക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എടുത്തത് ഒരു മീഡിയം സൈസ് സവാള ഇതേ രീതിയിൽ ഞാനൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ 2 നല്ല പഴുത്ത തക്കാളി അത് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, അത് നമ്മൾക്ക് എരിവ് എത്രയാണെന്ന് വേണ്ടെന്ന് വിചാരിച്ചാൽ അതിന് കണക്കായിട്ട് ഇട്ട് കൊടുക്കാം. വേണ്ടുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. 10-15 വെളുത്തുള്ളി അല്ലി ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്ക് മസാലപ്പൊടികൾ ഇച്ചിരി ഇടുന്നുണ്ട്. നമ്മൾക്ക് ഇടുന്ന വഴിക്ക് ഒന്ന് കാണിച്ചു തരാം. ഏറ്റവും ആദ്യം നമ്മൾക്ക് ഈ വെണ്ടക്ക ഒന്ന് മുറിച്ചെടുക്കാം. ഞാൻ ഇത്ര നീളത്തിലാണ് വെണ്ടക്ക മുറിച്ചെടുക്കുന്നത്. ഒരുപാട് ചെറുതായിട്ടല്ല മുറിക്കുന്നത്. അപ്പോൾ വെണ്ടക്ക മുഴുവൻ ഞാൻ ഈ ഒരു നീളത്തിലാണ് മുറിച്ചെടുത്തത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾക്കതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള, ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം 10-15 വെളുത്തുള്ളി ചതച്ചത് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി അല്ലിയും നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറാവണ്ട, നന്നായി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായി ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കീറിയതും 2 മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ തക്കാളി നന്നായി ഒന്ന് വഴറ്റി ഇച്ചിരി ഒന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ തക്കാളി ഒന്ന് വേവിച്ച് എടുക്കാം. അപ്പോൾ തക്കാളി ഒന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് 1/4 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, അതായത് എരിവില്ലാത്ത മുളക് പൊടി 1/4 ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും നമ്മൾക്ക് ഇച്ചിരി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പറങ്കിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മസാലപ്പൊടികൾ ഇടുന്ന സമയത്ത് തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾക്ക് അതിലേക്ക് നീളത്തിൽ മുറിച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വെണ്ടക്കയെല്ലാം നന്നായി ചെറിയ രീതിയിലൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമേ ഉപ്പിട്ട് കൊടുക്കണ്ട. അപ്പോൾ നമ്മൾക്കിത് ചെറിയ തീയിലിട്ടിട്ട് പകുതി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ വെണ്ടക്ക ഇച്ചിരി ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കൂടിപ്പോകരുത്. അപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പിന്നീട് ഇട്ട് കൊടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇപ്പം തന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾക്കിത് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വളരെ ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വിട്ടു പോകരുത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ വെണ്ടക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? എന്നാലോ തീരെ ഉടഞ്ഞിട്ടുമില്ല. അതേപോലെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇളയ വെണ്ടക്ക ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും എടുത്തില്ല വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അപ്പോൾ കല്ലുപ്പാണെങ്കിൽ കല്ലുപ്പ് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി.
കണ്ടില്ലേ, നല്ലൊരു ടേസ്റ്റുള്ള മെഴുക്ക് പുരട്ടിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.